അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം ഒരു വേള എടുത്തു നോക്കൂ, എത്ര നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഈ നിമിഷങ്ങളെക്കുറിച്ച് തിരിയാതെ പോകുമ്പോൾ നമ്മളൊക്കെ പ്രയാസത്തിലാണ് സ്വന്തത്തോട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തുന്നത്, അവനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും പടച്ച റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവൻ ഇടപെടുകയാണെങ്കിൽ അതിനൊക്കെയും പടച്ച റബ്ബിൻ്റെ അടുത്ത് കൂലിയുണ്ട് എന്നല്ലേ. എന്തിനാണ് നമ്മളിങ്ങനെ ആകുലപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത്, ബേജാറാകുന്നത്? നമ്മൾ പടച്ച റബ്ബിന് സമർപ്പിക്കേണ്ട ഈ ജീവിതത്തെ എന്തിനാ ഇങ്ങനെ കൊത്തിവലിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിടുന്നത്? നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനുമുള്ള ആ ഒരു വലിയൊരു ഒരു കഴിവ്. ഇതെങ്ങാനും ഒരു വേള മുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നിസ്സാരമാണെന്ന് കരുതുന്നതിൽ ഞാനത് ഉദാഹരണമായി എടുക്കുന്നത് മറ്റൊന്നുമല്ല, അതുപോലും വളരെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അവിടെ നമ്മളത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഗഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. അല്ലാഹുവേ, ഈ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തന്ന നിനക്കെന്നെ സർവ്വസ്തുതിയും, എൻ്റെ എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണേ. ഒരു മുഅ്മിനിൻ്റെ പ്രാർത്ഥന നോക്കണം. ആ ഫിറ്റ് ചെയ്തൊരു ഭാഗം നമ്മളൊന്ന് ആലോചിക്കണം. യഥാസമയവും അള്ളാഹുവിനെ ഓർക്കേണ്ട മനുഷ്യൻ ബാത്റൂമിലൊന്ന് കയറിയപ്പം സജീവമായ ഓർമ്മയിൽ നിന്ന് അല്പം പിറകോട്ട് പോയി. അതിനുശേഷം തിരിച്ചു വന്നപ്പം ആ വിട്ടുപോയ ആ സമയത്തെ പോലും കവർ ചെയ്യുന്ന രൂപത്തിൽ ആ പ്രാർത്ഥനകൾ അല്ലാഹു തആല ഇസ്ലാമിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളിലേക്ക് തന്നപ്പം ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഇല്ല. മുഅ്മിനീങ്ങളെ, നമ്മളെന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്തെങ്കിലും അത്യാവശ്യമായി മുട്ടി നിന്നാൽ ഓടിപ്പോകും. ആ ഓടിപ്പോയ എല്ലാ കാര്യം കഴിഞ്ഞ് തിരിച്ചിങ്ങ് പോരും. ഇതാണോ നമ്മളൊക്കെ അനുധാവനം ചെയ്യേണ്ടത്? ഇവിടെയൊക്കെ വലിയൊരു മഹാത്മ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ? ആ കാലുകളുടെ ഞരമ്പുകളിലൂടെ രക്തങ്ങൾ ഓടിയിട്ടില്ല എങ്കിൽ ഈ ഓട്ടത്തിന് എവിടെയാണ് പവർ കിട്ടുക? നമ്മൾ പടച്ച റബ്ബിൻ്റെ മുമ്പിലാണെന്നുള്ള ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മുടെ ഈ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് എന്ത് നേട്ടമുള്ളത്? നമ്മൾ അതല്ലേ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. നമ്മളായത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അലംഘനീയമായിട്ടുള്ള കാവലുള്ളത് കൊണ്ടല്ലേ. നമ്മൾ എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ സ്വന്തം ശ്രദ്ധ കൊണ്ടോ? അല്ലല്ല, ഒരിക്കലുമല്ല. കാരണം പടച്ച റബ്ബ് തട്ടിത്തിരിച്ച് കൊണ്ടുവന്നതാണ് നമ്മൾ ഇത്രയും നാൾ. എവിടെയൊക്കെയോ രക്ഷപ്പെട്ടത് നമ്മൾ പലപ്പോഴും മിറാക്കിളായിട്ട്, അത്ഭുതമായിട്ട് ആലോചിക്കാറുണ്ട്. എങ്ങനെയോ ആണ് അത് രക്ഷപ്പെട്ടത്. പടച്ച റബ്ബിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതണം. ഒരു പ്രയാസം വരുമ്പോൾ മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കേണ്ടത്. സന്തോഷവേളകളിലും പടച്ച റബ്ബിനെ ഓർക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെയായ ഉത്തരവാദിത്തങ്ങൾ പടച്ച റബ്ബിന് മുമ്പിൽ സമർപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എത്രയാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതു. ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശീലങ്ങളിൽ നിന്ന് എത്രയോ അകന്നു പോയിരിക്കുകയാണ് പടച്ച റബ്ബിൻ്റെ ഓർമ്മയും നമ്മുടെ ജീവിതവും തമ്മിൽ. പ്രയാസം ഒന്ന് അഭിമുഖീകരിക്കുമ്പോൾ പടച്ച റബ്ബിലേക്ക് ഓടി അടുക്കുന്നുണ്ട്. എന്തേ സന്തോഷം വരുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയില്ലാത്തത്? നമ്മളുടെ ഒരു കാഴ്ചപ്പാടെന്താ? ഇവിടുന്ന് അല്പ ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകണമെന്നല്ലേ. ആ തിരിച്ചു പോക്കിന് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കേണ്ടവരല്ല നമ്മൾ. എല്ലാം ഒരുക്കി വെക്കാൻ പാകത്തിൽ ഒരു മുഅ്മിനിൻ്റെ ചട്ടക്കൂട് കൃത്യമായി ഫ്രെയിം ചെയ്ത് തന്നതല്ലേ നമ്മുടെ ഇസ്ലാം മതം. എന്തേ നമ്മൾ അവിടെയും വ്യതിചലിച്ചു പോകുന്നത്? എല്ലാ അർത്ഥത്തിലും നമ്മൾ അജയ്യമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു വേള തലവേദന വന്നാൽ അറിയാം നമ്മുടെ അജയ്യതയുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ നിലനിൽപ്പ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കേൾവിശേഷികൾ, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള സമീപനങ്ങൾ ഒക്കത്തിലും അള്ളാഹുവിനെ ഓർക്കുക. അല്ലാതെ നമ്മുടെ ഒരു മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നേടാൻ കഴിയില്ല. കാരണം പടച്ച റബ്ബ് തന്നാൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ആയുസ്സില്ലാതെ കുറേ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഫയലിൽ സൂക്ഷിച്ച കാര്യമില്ലല്ലോ. അത് ബന്ധുക്കൾക്ക് ഉപകാരമില്ല, നമുക്കും ഉപകാരമില്ല. ആയുസ്സുണ്ടെങ്കിലേ അതിനൊക്കെ വാല്യൂ ഉള്ളൂ. ആയുസ് ആര് തരണം? പടച്ച റബ്ബ് തരണം. അതിന് നന്ദിയുള്ള ജീവിതം നമ്മളൊക്കെയും ഓർത്ത് എല്ലാ സമയത്തും സദാ പടച്ച റബ്ബിനെ ഓർക്കുന്ന ഒരു സമീപനം നമ്മൾ ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഉത്സവവേളകളിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ എല്ലാം ഹലാലായി എന്നുള്ള സങ്കല്പം അത് അപകടമാണ്. പടച്ച റബ്ബ് നമ്മളെ തന്നിട്ടും പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും. തന്നിട്ട് പരീക്ഷിക്കുമ്പം അതൊരു സന്തോഷവേളയായി നമ്മളിലേക്ക് അഭിരമിക്കും. ആ വേളയിൽ പടച്ചവനെ മറന്നുപോകുന്ന ഒരു വല്ലാത്തൊരു ബലഹീനത ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്നു മുതൽ മാറ്റിവെക്കണം. അള്ളാഹു തരാതെ പരീക്ഷിക്കുമ്പോൾ അത് വല്ലാതെ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെത്തും സ്വാഭാവികമായിട്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മളായിട്ടുള്ള നിഅമത്തുകളെ
സംരക്ഷിച്ച് വെക്കാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിനെ സദാ ഓർക്കുക. കാരണം ഇന്നുറങ്ങിയാൽ നാളെ എഴുന്നേറ്റുള്ളൂ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ഇന്ന് നന്മ ചെയ്തിട്ട് അവസാനിപ്പിക്കുക. നാളെ പുതു ദിവസം പുതു അഡ്രസ്സോടുകൂടി വരുന്നത്. 2025 ഡിസംബർ 9 വരുമ്പോൾ ആ ഒരു 2025 ഡിസംബറിൽ 9 ഒരു കാലഘട്ടത്തിലും പിന്നീട് ഇവിടെ തിരിച്ചു വരുന്നില്ല. നമുക്ക് പുതിയൊരു അഡ്രസ്സാണത്. ആ ദിവസം നമ്മൾക്ക് പുതിയൊരു അതിഥിയാണ്. അതിനെ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് ജീവിക്കേണ്ടത്. ഞാൻ ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടൊക്കെ പറയുന്നത്, നമ്മൾ ഒരുമയോടെ മുന്നോട്ട് പോവുക. സഹജീവികളോടൊക്കെ കാരുണ്യവും താതാത്മ്യത്തോടെ പെരുമാറാനുള്ള മനസ്കഥയും നമ്മൾ കാണിക്കുക. എല്ലാ അർത്ഥത്തിലും മുഅ്മിനിൻ്റെ ഓരോ ചവിട്ടടിയും പടച്ചറബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കിയാൽ പിന്നെ നമുക്കെന്താ പേടിക്കാനുള്ളത്? നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പൊരുത്തത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അയൽവാസികളോടുള്ള കടപ്പാട്, മക്കളോടുള്ള കടമകൾ, വാപ്പമാരോടുള്ള കടമകൾ മക്കൾക്കുള്ളത്, ഉമ്മയോടുള്ള കടമകൾ അതും മക്കൾക്കുള്ളത്, എല്ലാ അർത്ഥത്തിലും സൊസൈറ്റിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ച് ജീവിക്കുന്നൊരു മുഅ്മിനായ മനുഷ്യൻ അറിയാതെ അവലംബിക്കും. അങ്ങനെയാണ് ജീവിതം തിട്ടപ്പെടുത്തി എടുക്കുന്നതെങ്കിൽ അവനക്ക് എവിടെയാണ് പ്രയാസം ഉണ്ടാകുക? അവനക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടി വരിക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ജീവിതമെന്ന് പറയുന്ന ഈ നൈമിഷിക ലോകം അവസാനിക്കുമെന്ന ഒരു തോന്നലും ഒരു വിശ്വാസവും ഒരു വിചാരത്തോടുകൂടെ മുന്നോട്ട് പോവുക. അവിടെ ആ ഒരൊറ്റ തോന്നൽ മതി, പിന്നെ വഴല് കേൾക്കേണ്ടതില്ലല്ലോ. നമുക്കറിയാം അവിടെ എവിടെയോ വെച്ച് അവസാനിക്കുന്ന ഒരു നിമിഷത്തേക്ക് വേണ്ടി ഓടിപ്പായുക. ഞാൻ അവിടെ എത്തേണ്ട താമസം അവിടെ നിന്ന് അസ്തമിച്ചു പോകും. പിന്നെ നമുക്ക് ചലനമറ്റ ശരീരം നമ്മുടെ മയ്യത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടും. അവിടെയല്ലേ നമ്മൾ ശാശ്വതമായിട്ട് പോയി കിടക്കാനുള്ള ഒരു ഇടം വേറെയല്ലേ? അതുകൊണ്ട് മുഅ്മിനിൻ്റെ പ്രാർത്ഥനകൾ അത് വല്ലാത്തൊരു ഹൃദയസ്പൃക്കാണ്. കാരണം അതാത് സമയങ്ങളിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാമാതിനി വഇലൈഹിൻ നുശൂർ, റബ്ബേ ഈ ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, വല്ലാത്തൊരു ഭാഗ്യം നീ എനിക്ക് നൽകിയല്ലോ, നിനക്ക് തന്നെ സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേക്കാത്ത എത്രയോ ആളുകൾ നമുക്ക് മുമ്പേ അവിടെ നിന്ന് കാലം ചെയ്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ദുനിയാവെന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. ചെറിയൊരു സന്തോഷം വരുമ്പോൾ വല്ലാതെ ആർമാദിക്കുകയും ചെറിയ മൈന്യൂട്ടഡായിട്ടുള്ള സങ്കടം വരുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതൊന്ന് പരിഹരിക്കൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാകുക. ഇന്നല്ലേ നാളെ ഈ ശ്വാസം അങ്ങ് നിലക്കും. അപ്പോൾ നമുക്കെല്ലാം അന്തസ്സുള്ളൊരു പേര് ഇവിടെ ബാക്കിയാകണം. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, ആർക്കും ബുദ്ധിമുട്ടൊന്നാക്കാതെ നല്ല ജീവിതം നയിച്ച ആളായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മരണയാത്ര നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകും, നമ്മുടെ ആൾബലങ്ങളൊക്കെയും നിഷ്പ്രഭമായി പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഉള്ളറിഞ്ഞ് ചിന്തിക്കുക, എൻ്റെ ജീവിതം എങ്ങനായി പരിവപ്പെടുത്തിയെടുക്കണമെന്നുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.